ശരിയും തെറ്റും അല്ലെങ്കിൽ നല്ലതും ചീത്തയും നിർവചിക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ വ്യക്തി അടിസ്ഥാനമായിട്ട് മാറില്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ്. നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ കപ്പിൾ സ്വാപ്പിങ് പറഞ്ഞല്ലോ, അതിൽ കുടുംബത്തിൽ എന്താണ് ഭാര്യ ഭർത്താവ് അവരുടെ സ്വകാര്യത എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ക്വസ്റ്റ്യൻ അതാ, ഉണ്ടോ? അതാ ഞാൻ ചോദിച്ചത്, അത് വ്യക്തിഗത അടിസ്ഥാനത്തിൽ അത് മാറില്ലേ? ഇവര് ഇപ്പൊ മാഡത്തിന് അത് ചിലപ്പോ നല്ലതാണെന്ന്, എനിക്ക് ചിലപ്പോ മോശമായിരിക്കും. നല്ലതാണെന്ന് ചീത്തയെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ അത് നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? എന്നെ വിമർശിക്കേണ്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉള്ളതാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവരുടെ ഫാമിലി ലൈഫിൽ എന്താണ് ഒരു സ്വകാര്യത ഉള്ളത്. ഇപ്പം നമ്മൾ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പം ഇപ്പം ഞാൻ ഇത്രയൊക്കെ വീഡിയോസ് ചെയ്യും, പക്ഷെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി റിയൽ മീറ്റ് കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറില്ല. കാരണം അതെന്റെ സ്വകാര്യതയാണ്, എൻ്റെ ഭർത്താവിൽ മാത്രം നിൽക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ മൈത്രൻ എന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ നമ്മുടെ അംബാനി ഏകാന്തി അങ്ങനെ എന്തോ ഒരു സാധനമില്ല. മേഡം അങ്ങനെ ഉള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ്. അതെ, നമ്മൾ സംസാരിക്കും, പക്ഷെങ്കിൽ നമുക്ക് നമ്മുടെ സ്വകാര്യത നമ്മളിൽ മാത്രമാണ് അല്ലേ. ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവ് അതൊരു ബന്ധം പവിത്രമാണ്. അതിനകത്തിൽ നിൽക്കുന്നതാണ് ദാമ്പത്യത്തിലെ ഈ സെക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പല ആൾക്കാർക്ക് ഇട്ട് പോയി കഴിഞ്ഞാൽ അതിനെന്താണ് ഒരു പ്രസക്തിയുള്ളത്? അതാണ് ഈ കപ്പിൾ സ്വാപ്പിംഗ് ഒരു തെറ്റായ ഒരു കാര്യമാണെന്നാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്നെ ചിലപ്പോൾ ഇത് പറയുന്നതുകൊണ്ട് ഇഷ്ടപ്പെടില്ല, പക്ഷെ അതൊരു തരത്തിൽ തെറ്റാണ്. ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടലുണ്ടാവില്ല. അവരുടെ ശരീരം വേറൊരു പുരുഷനെ കാണിക്കുന്നതിൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഹസ്ബൻഡ് നിർബന്ധിച്ച് കൊണ്ടുപോയി ചെയ്യിക്കുന്ന ഒരു പ്രവണത വരെ ഉണ്ടാവാം ഇതിനകത്തിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു ഹസ്ബൻഡിന് ചിലപ്പോ വേറൊരു സ്ത്രീയായിട്ട് ബന്ധം വെക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കും ഇയാളെ കൊണ്ടുപോകുന്നുണ്ടാവും. പക്ഷെ ഇത് ഒരു തരത്തിലല്ല വേറൊരു തരത്തിൽ തെറ്റുമാണ്. ഇതിനെയൊന്നും ഇതിനെയൊന്നും സത്യം പറഞ്ഞ ഇതിനൊക്കെ പ്രോത്സാഹനമായിട്ട് എനിക്ക് തോന്നുന്നത് തെറ്റാണ്. ഇപ്പൊ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോന്ന് തോന്നുന്നു, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് തെറ്റായിട്ടുള്ളൊരു സംഭവമാണ്. ഒരിക്കലും നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവന് ഇപ്പം സെക്സ് ചെയ്യുമ്പോൾ പല രീതിയിൽ അവളെ തൃപ്തിപ്പെടുത്താം. ഇതിപ്പം ഇത് തന്നെ ചെയ്തിട്ട് തൃപ്തിപ്പെടുത്തണമെന്നില്ല, ഫോർപ്ലേ ചെയ്തിട്ട് അവളെ തൃപ്തിപ്പെടുത്താം. നമ്മളിലുള്ള കുറവുകൾ ഇപ്പം എനിക്ക് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്നിൽ മാത്രം അടങ്ങുന്ന കാര്യമാണ്. അല്ല ഞാൻ എൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞോ അല്ല എൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ടോ ഒരിക്കലും അല്ല. നമ്മൾ മാത്രം ഒതുങ്ങിയിട്ട് നമ്മൾ പരസ്പരം സംസാരിക്കണം. ചേട്ടാ എനിക്ക് ഇങ്ങനെ ചെയ്താൽ പോകും, എനിക്കിങ്ങനെ ചെയ്ത് തന്നാൽ മതി. അപ്പം ആ പുരുഷന് അവളോട് സ്നേഹം കൂടിയിട്ട് ഇവർ തമ്മിൽ ഐക്യത ഉണ്ടായിട്ട് അവിടെ ആ സെക്സ് വേറൊരു രൂപത്തിലായിട്ട് അവർക്ക് അതിനെ സന്തോഷപ്പെടുത്തി അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. മനസ്സിലായോ? അതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റാത്ത രീതി വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ ഒരുപാട് തെറ്റിലേക്ക് പോയി കഴിയുമ്പോഴാണ് അവിടെ ഓരോരോ പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മുടെ ജീവൻ തന്നെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്.